വി ഡി സതീശിനു വേണ്ടി എറണാകുളത്ത് വീണ്ടും ഫ്ലെക്സ് ബോർഡ്. മൂവാറ്റുപുഴ നഗരത്തിലാണ് ഇന്ന് രാവിലെ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. കിഴക്കേക്കര മണിയംകുളം കവലയിലാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. തിയോഫിൻ വി ഡി സതീശിനു വേണ്ടി മൂവാറ്റുപുഴയിൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വി ഡി സതീശൻ അനുകൂലികൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം മുറുകുമ്പോഴാണ് വിട്ടുകൊടുക്കാൻ ഇല്ല എന്ന സൂചനകൾ നൽകിക്കൊണ്ട് വി ഡി സതീശന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയരുന്നത്. കഴിഞ്ഞ ദിവസമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ഫ്ലെക്സുകളും ഒന്നും പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയത്. പക്ഷേ അത് തീരെയും കാര്യമാക്കാതെയാണ് വി ഡി സതീശൻ്റെ അനുകൂലികൾ കോഴിക്കോടും അതുപോലെ തന്നെ മൂവാറ്റുപുഴയിലും ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെന്നിത്തലയുടെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ വി ഡി സതീശൻ അനുകൂലികൾ എറണാകുളത്ത് ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരുന്നു. ആ രീതിയിൽ ആഭ്യന്തരമായ വലിയ സംഘർഷത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, എന്തായാലും വി ഡി സതീശൻ്റെ അനുകൂലികൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ്റെ വാക്കിന് തീരെയും വില കൽപ്പിക്കാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് വി ഡി സതീശൻ്റെ അനുകൂലികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് ഫ്ലെക്സ് മൂവാറ്റുപുഴയിൽ വെച്ചിരിക്കുന്നു, കോഴിക്കോട് വെച്ചിരിക്കുന്നു. തിയോഫിൻ. ഷമി, ഇന്നലെ വി ഡി സതീശനെതിരെയാണ് ഫ്ലെക്സ് ബോർഡ് വന്നതെങ്കിൽ ഇന്ന് വി ഡി സതീശനെ അനുകൂലിച്ച് വീണ്ടും ഫ്ലെക്സ് ബോർഡ് വന്നിരിക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു എന്നെഴുതിക്കൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡാണ് മൂവാറ്റുപുഴയിൽ പ്രത്യക്ഷപ്പെട്ടത്. മൂവാറ്റുപുഴ നഗരത്തിൽ കിഴക്കേക്കര മണിയംകുളങ്ങര കവലയിലാണ് ഫ്ലെക്സ് ബോർഡ് രാവിലെ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് പ്രചരിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ഇത് വ്യാപകമായി പ്രചരിച്ചതോടുകൂടി പിന്നീട് ഫ്ലെക്സ് ബോർഡ് ആരോ എടുത്തു മാറ്റുകയും ചെയ്തു. എന്തായാലും വി ഡി സതീശനെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകളുള്ള മേഖലയാണ് ഈ മൂവാറ്റുപുഴ. പ്രത്യേകിച്ച് ഈ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തൊക്കെ ധാരാളം വി ഡി സതീശന് അനുകൂലികളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇങ്ങനെ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. വലിയ വിജയം പ്രതീക്ഷിക്കുന്നു എന്ന് UDF അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് വി ഡി സതീശനെ അനുകൂലിച്ച് ഇത്തരത്തിലൊരു ബോർഡ് പ്രത്യക്ഷപ്പെടുന്നത്. നേതാക്കളൊക്കെ പലപ്പോഴും പറയുന്നുണ്ട് അങ്ങനെ ഒരു ചർച്ചയില്ല, ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക എന്നൊക്കെ പറയുമ്പോഴും സ്ഥാനമുറപ്പിക്കാനുള്ളൊരു ശ്രമം അത് വി ഡി സതീശനെ അനുകൂലിക്കുന്നവരും ഒപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഒരു വിഭാഗവും മറ്റൊരു വിഭാഗം KC വേണുഗോപാലിന് വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ 3 വിഭാഗങ്ങളായി ഇതിനുവേണ്ടിയുള്ള ഒരു ചേരിതിരിവും ചരടുവലികളൊക്കെ സജീവമായി നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് നേതൃത്വം ഒരു നിർദ്ദേശം നൽകിയത്. ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡും പ്രചരണങ്ങളോ ഒന്നും ഇനി വേണ്ട, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളോ പരസ്യ പ്രതികരണങ്ങളോ വേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോഴും ഇന്ന് രാവിലെ വീണ്ടും ഒരു ബോർഡ് കൂടി പ്രത്യക്ഷപ്പെട്ടു. ഇന്നലെ, അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പ് ആലുവയിൽ ഇത്തരത്തിലൊരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. വി ഡി സതീശൻ കേരളത്തെ നയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ രാവിലെ സതീശനെ എതിർത്തുകൊണ്ട് സതീശൻ്റെ PR വർക്കുകൾ നടപ്പില്ല, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളെ അട്ടിമറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആവാനുള്ള ഒരു ശ്രമം നടക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് സതീശനെതിരെ ബോർഡ് വന്നു. ഇന്നിപ്പോൾ സതീശനെ അനുകൂലിച്ചുകൊണ്ടാണ് വീണ്ടും ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ ബോർഡ് സ്ഥലത്തില്ല, അവിടെ നിന്ന് ആരും എടുത്തു മാറ്റിയിട്ടുണ്ട്. ഷമി. തിയോഫിനാണ് വിശദാംശങ്ങൾ നൽകിയത്.